അപ്പം ഇന്ന് ഒരു പ്രധാന ദിവസമാണ്. തക്കുടുവിനാണെങ്കിൽ ഇന്ന് അവൻ്റെ പ്രോമായിരുന്നു. അപ്പോൾ എനിക്കന്ന് ലോങ് ഡേ ആണ്, മാറ്റി കിട്ടിയില്ല. അപ്പം തക്കടുവും അവൻ്റെ ഫ്രണ്ട്സും റെഡിയായിട്ട് രാജേഷ് അവരെയും കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ എൻ്റെ ബ്രേക്കിൻ്റെ ഹാഫ് ആൻ അവർ ടൈമിൽ ഞാൻ ഓടി അവരുടെ കൂടത്തിൽ വന്ന് അവരൊന്ന് ഇറക്കി വിടാമെന്നോർത്ത് വന്നതാണ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. എനിക്കൊന്ന് ഡ്യൂട്ടി പോലും സ്വാപ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് Get out and you do like a stuff out there. പല കാര്യങ്ങളും അങ്ങനെ ആയിപ്പോയി. കാരണം എനിക്ക് അസുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഡ്യൂട്ടി ഒന്ന് സ്വാപ്പ് ചെയ്യാനും പറ്റിയില്ല. ഞാനോർത്തു ഞാൻ കൊച്ചിനൊരു മണിക്കൂർ നേരത്തേനല്ലേ, അപ്പോൾ ഒന്ന് പോയി ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഡേ ഓഫുകളും എനിക്ക് കറക്റ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഡ്യൂട്ടിക്ക് കയറണ ഒരു പ്രോപ്പറായിട്ട് ഇതില്ലായിരുന്നു. പിന്നെ രാജേഷിൻ്റെ അമ്മ മരിച്ചതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ മനസ്സ് സ്റ്റഡി അല്ലായിരുന്നു. അപ്പം എനിവേ ഞാൻ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഞാൻ ചെയ്തു. ഞാൻ എൻ്റെ ബ്രേക്ക് എടുക്കാതെ ഞാൻ അവിടെ വന്നു, അവനെയും കൊണ്ട് അവിടെ പോയി ഡ്രോപ്പ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകളിലാണ് പോർട്സ്ഡോൺ ഹിൽ. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സീനിക് പ്ലേസാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ബിഹൈൻഡിൽ ഫുൾ പോർട്സ്മൗത്ത് കാണാം കേട്ടോ. അപ്പം അവരവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി പോയി ഫോട്ടോ എടുത്തു. ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനൊരു നമ്മുടെ മലയാളി അസോസിയേഷനിലും ഒക്കെ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് ഞാൻ ഫോട്ടോ എടുപ്പിച്ചതിന്. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ടൊന്നും നടക്കാറില്ല. ഞാൻ ഈ പ്രോമിന് വേണ്ടി എനിക്കറിയാമായിരുന്നു പ്രോമിൻ്റെ ഡേറ്റ് വളരെ ലേറ്റായിട്ടാണ് പ്രോമിൻ്റെ ഡേറ്റ് തന്നത്. അന്നേരത്തെ നമ്മുടെ ഡ്യൂട്ടിലോട്ടൊക്കെ ഓൾറെഡി ഔട്ടായിപ്പോയി. പിന്നെ സ്വാപ്പ് ചെയ്യാനൊന്നും ഞാൻ ചിന്തിച്ചില്ല. അപ്പം അങ്ങനെയുള്ള എനിക്കൊരു ബ്രെയിൻ ഫോഗ് പോലെയായിരുന്നു കേട്ടോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെക്കൂടെ പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ചെയ്തു. തക്കുടു നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോം പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യയിലുള്ള ചിലർക്ക് അറിയില്ലെങ്കിൽ അതാണ് പറയുന്നത്. കുട്ടികൾക്ക് അവിടെ UK GCSEയുടെ ഒന്ന് ടേമുണ്ട്. അതായത് ഇയർ 11 GCSE എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അവർ കോളേജിലേക്ക് പോകും. അതിന് മുന്നേ അവർക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇയർ 10 അവർക്ക് ആ സ്കൂൾ വിട്ട് വേറെ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടി പോകാം, നമ്മുടെ VHSC ഒക്കെ പോലെ. അല്ലെങ്കിൽ ഇയർ 11 പോകാം. അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഇയർ 12 വരെയുണ്ട്. അപ്പോൾ 12 കഴിഞ്ഞിട്ട് ലെവൽ 1 ലെവൽ 2 പോയാൽ മതി. തക്കുടുവിനാണെങ്കിൽ സ്കൂളിൽ ഇയർ 11 വരെയേ ഉള്ളൂ. അപ്പോൾ അവരുടെ GCSE എല്ലാവരും GCSEയുടെ സമയത്ത് തന്നെ എഴുതണം. അവർക്ക് വേറെ സ്കൂളിൽ മാറിപ്പോകണമെങ്കിൽ എന്നേ ഉള്ളൂ. അപ്പോൾ തക്കുടുവിന് ഇനി കോളേജിലേക്കാണ് നെക്സ്റ്റ്. അപ്പം ഇവരുടെ സ്കൂൾ കഴിഞ്ഞതിൻ്റെ ഒരു പാർട്ടിയാണ്. ഇവർ ശരിക്കും ഇവരുടെ കല്യാണമൊക്കെ പോലെയാണെന്നാണ് പറയുന്നത്. പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരികളായി കണ്ടില്ലേ. തക്കുടുവിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. നല്ല സുന്ദരി ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭയങ്കര എക്സ്പെൻസീവാണ് അവരുടെ ഡ്രസ്സിനൊക്കെ കേട്ടോ. അപ്പം ബോയ്സൊന്നും അത്രയില്ല. തക്കുടുവാണെങ്കിൽ ക്രൂസിൽ പോയപ്പോൾ മേടിച്ച ഒരു അവൻ്റെ ഫോർമൽ ഡ്രസ്സാണ് അവനിട്ടത്. അവനല്ലാതെ എക്സ്പെൻസീവായിട്ടൊന്നും ചെയ്തില്ല. ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാറ് ഹയർ ചെയ്യും 3-4 പേര് കൂടി. എന്നിട്ടാണ് ആ കാറിൽ പോയി അവിടെ ഇറങ്ങും. അവിടെ പോയി ഇറങ്ങുന്നതാണ് ഭയങ്കര കാരണം അവിടെ പോയി ഇറങ്ങിക്കഴിയുമ്പം തക്കുടുവിൻ്റെയൊക്കെ സ്കൂളിലെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഇട്ടായിരുന്നു. ആ ഫോട്ടോ ഇവരുടെ സ്കൂളിൻ്റെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഞങ്ങൾ നോക്കിയപ്പോൾ മൊബിലിറ്റി സ്കൂട്ടറില്ലേ, നമ്മളെ ഈ പ്രായമായവർക്ക് നടക്കാൻ മേലാത്തവർക്കൊക്കെ സ്കൂട്ടർ പോലെ മൊബിലിറ്റി സ്കൂട്ടറുണ്ട്, അത് ഹയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലവർ ഫയർ എൻജിനിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിലർ പോലീസ് വാനി വന്നിട്ട് അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ട്. അതുപോലെ പല ഡ്രസ്സപ്പിലൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ അവിടെ എല്ലാവരും വന്നിറങ്ങുന്ന കാണാനായിട്ട് പേരൻസ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോട്ടൽ മാരിയറ്റിലായിരുന്നു വെന്യൂ ഫംഗ്ഷൻ നടന്നത്. അവർക്ക് വൈകുന്നേരം 5 മണി മുതൽ ലൈക്ക് രാത്രി 11 o'clock വരെയായിരുന്നു ഫംഗ്ഷൻ. നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ മാത്രമേ അലൗഡ് ഉള്ളൂ. ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അവർക്ക് പാട്ടും ഡാൻസും ഭക്ഷണവും എല്ലാമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ട്. എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, £50 സംതിങ് എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭക്ഷണമൊന്നും അത്ര വലിയ നന്നായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മളെ ഇന്ത്യൻ മീൽസ് പോലെയൊന്നും അല്ലല്ലോ. പക്ഷേ എന്നാലും അത്ര വലിയ ഇതൊന്നും തക്കുടിന് അത്ര
വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. തകടൊന്നാമത്തെ ഫുഡ് വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. എനിവേ ഇവിടെ UK പേരൻസ് കുട്ടികളുള്ള പേരൻസിനും ഒരു ഇൻഫർമേഷൻ ആയിരിക്കട്ടെ. അതുപോലെ നാട്ടിൽ UK വരുന്ന ആഗ്രഹിക്കുന്നവർക്കും, അതായത് പിന്നെ നാട്ടിൽ നിന്ന് UK കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം എന്ന് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള മാത്രം കേട്ടോ, എല്ലാ കാര്യങ്ങളും അല്ല. ഈ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിയാൽ ഞാൻ അതിൻ്റെ ആൻസർ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ മറ്റുള്ളവരോട് അറിയാവുന്നവരാരോടെങ്കിലും ചോദിച്ചിട്ട് അത് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ എങ്ങനെയാണ് UK സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടത്, അതുപോലെ ഒരു റിലീജിയസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് മേടിക്കേണ്ടത്, അങ്ങനെ അതുപോലെ ഒരു സിനിമ ടിക്കറ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത്, അങ്ങനെ പല പല ഇൻഫോർമേറ്റീവായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹെൽത്ത്